കേന്ദ്രമന്ത്രി MP ആയ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇപ്പോഴും മൗനം പാലിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. തീർച്ചയായും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ മറ്റ് സ്ഥാനാർത്ഥികൾ പരാതി നൽകിയ സാഹചര്യത്തിൽ ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തന്നെ ഇങ്ങനെയൊരു വ്യാജ വോട്ട് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം തന്നെയാണ് ഏറ്റവും നിർണായകമായി ഇനി അറിയേണ്ടത്. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ഉള്ള ഒരു പ്രതികരണവും നിലവിൽ നടത്തിയിട്ടില്ല. ഡൽഹിയിലാണ് താൻ ഉള്ളത് എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ടിരുന്നു. അതിന് കാരണം സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ കാണാനില്ല എന്നുള്ള വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ്. പക്ഷേ ഈ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരം വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിശദീകരണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇനി എന്തായാലും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ തീർച്ചയായും മറുപടി പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ S. അജയ്കുമാർ തന്നെയാണ് ഈ വ്യാജ വോട്ടിൽ വ്യാജ മേൽവിലാസത്തിൽ വോട്ടുണ്ടാക്കിയതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി ഇക്കാര്യത്തിൽ മാറുന്നതും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് മറുപടി പറഞ്ഞ് മതിയാവൂ. ഒപ്പം തന്നെ BJPയും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. കാരണം BJP ആദ്യമായ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇങ്ങനെയൊരു സുരേഷ് ഗോപി എന്ന ആളിനെ അവിടെ എത്തിച്ച് വിജയിക്കുമെന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്നു. അതിനുശേഷം കൂടുതൽ ആളുകളെ മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് പോലും ആളുകളെ അങ്ങോട്ട് എത്തിച്ച് അവിടെ പല മേൽവിലാസത്തിലും വോട്ട് ചേർക്കുന്നു, അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു. ആ ആരോപണം തന്നെയാണ് നിലവിൽ ഉയരുന്നത്. അതിന്റെ കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് മീഡിയ വൺ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതും ഇന്ന് നമ്മൾ പുറത്തുവരുന്ന ഈ വാർത്തയും. കാരണം സുരേഷ് ഗോപിയുടെ കൂടെ കാലങ്ങളായി ഉണ്ടായിട്ടുള്ള ആളാണ് S. അജയ്കുമാർ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തും ശാസ്തമംഗലത്തും അദ്ദേഹം അറിയപ്പെടുന്നത് പ്രമോദ് എന്ന പേരിലാണ്. ഞങ്ങൾ പലതവണ ഈ പ്രമോദ് എന്ന് വിളിക്കുന്ന S. അജയ്കുമാറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം എന്താണ് എന്നറിയാൻ സ്വാഭാവികമായും അദ്ദേഹത്തെ ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ താൻ ഈ തൃശ്ശൂരിൽ കുറച്ചു കാലമായി താമസമാണ്, അതുകൊണ്ട് തന്നെ അവിടെ വോട്ട് ചേർത്തതാണ് എന്ന വാദം ന്യായമൊക്കെ ഉന്നയിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അങ്ങനെ ഒരു നടപടി നമ്മൾ നടത്തിയത്. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഈ എന്ത് വാദം ഉയർത്തിയാലും അത് ഒരു തരത്തിലും നിലനിൽക്കില്ല എന്നുള്ളത് ഏറ്റവും വ്യക്തമായ നമ്മുടെ കയ്യിലുള്ള തെളിവാണ്. കാരണം പ്രസന്ന എന്ന് പറയുന്ന ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ്സിലെ ഈ C4 താമസക്കാരി അവർ തന്നെ പറയുന്നു തനിക്ക് ഇങ്ങനെ ആരെയും പരിചയമില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി BJPയോ ഒപ്പം തന്നെ ഈ അജയ്കുമാറോ സുരേഷ് ഗോപിയോ ഏതൊക്കെ തരത്തിലുള്ള വാദം ഉയർത്തിയാലും പക്ഷേ അതൊന്നും നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ആ തെളിവുകളാണ് നമ്മൾ കൃത്യമായി പുറത്തുവിടുന്നത്. ഈ അജയ്കുമാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശാസ്തമംഗലത്തെ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 1-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ആളാണ്. ആ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് 1-ാം ബൂത്തിലാണ് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള കരട് പട്ടികയിലും അദ്ദേഹം അതേ സ്കൂളിലെ വോട്ടറായി തന്നെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. അതിനിടയിൽ എങ്ങനെ ഈ വോട്ട് ഈ വ്യാജവിലാസത്തിൽ രേഖപ്പെടുത്തി എന്നുള്ളത് BJP ഇക്കാര്യത്തിൽ നടത്തിയ കൃത്രിമമായി പല ആളുകളെയും എത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു എന്നതിന്റെ കൃത്യമായ തെളിവായി തന്നെ ഇക്കാര്യത്തെ കാണാൻ കഴിയും. ദിവ്യ.